ചെന്നൈയിൽ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന റെയിൽവേ ജീവനക്കാരൻ പിടിയിൽ. റെയിൽവേ മെക്കാനിക് സെന്തിൽ കുമാറാണ് പിടിയിലായത്. 6 വർഷമായി ഇയാൾ യാത്രക്കാരിൽ നിന്ന് ബാഗുകൾ മോഷ്ടിക്കുകയാണെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ കുടുക്കിയത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ കള്ളൻ ട്രെയിനിൽ തന്നെ അല്ലെങ്കിൽ റെയിൽവേയിൽ തന്നെ ഇത്രകാലം എങ്ങനെ പിടിക്കപ്പെടാതെ പിടിച്ചു നിന്നു എന്നതും ശ്രദ്ധേയമല്ലേ? അതെ ഗോകുൽ, ഇത്രയും നാൾ കാരണം 6 വർഷമായി ഇയാൾ യാത്രക്കാരിൽ നിന്ന് ബാഗുകൾ തട്ടിയെടുക്കുന്നുണ്ട്, അതിനുള്ളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുന്നുണ്ട്. എന്നിട്ടും പിടിയിലായില്ല എന്നുള്ളത് അത്ഭുതം തന്നെ. ഇയാൾ ഒരു റെയിൽവേ ജീവനക്കാരനായത് തന്നെയാണ് പിടിയിലാകാതിരിക്കാനുള്ള പ്രധാന കാരണവും. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏതൊക്കെ CCTVകൾ എവിടെയൊക്കെ ഉണ്ട്, അതിൽ ഏതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്നയാളാണ് ഈ സെന്തിൽ കുമാർ. ഇയാൾ റെയിൽവേയുടെ മെക്കാനിക് ജീവനക്കാരനാണ്. പ്രധാനമായും മധുരൈ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. ഈറോഡിലുമൊക്കെ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായും 4 റെയിൽവേ സ്റ്റേഷനുകളിൽ മോഷണം സ്ഥിരമായി നടത്തുന്ന ആളാണ് ഈ സെന്തിൽ കുമാർ. മെക്കാനിക് ജീവനക്കാരനാണ്. ഇയാൾക്ക് പ്രധാനമായും ഈ സ്റ്റേഷനുകളിലാണ് ജോലിക്ക് പോകേണ്ടി വരിക. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ജോലിക്ക് എത്തുമ്പോൾ കൃത്യമായി ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു സ്ത്രീയുടെ 15 പവൻ സ്വർണം മോഷണം പോയിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ ഒടുവിൽ കുടുക്കിയത്. അപ്പോൾ ഈ സ്ത്രീ നൽകിയ ചില സൂചനകളൊക്കെ വെച്ചിട്ട് ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ സെന്തിൽ കുമാർ ആകാം പ്രതി എന്ന് പോലീസിന് തോന്നിയാണ്, റെയിൽവേ പോലീസിന് തോന്നി. ഇവർ സെന്തിൽ കുമാറിന്റെ റൂമിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. കാരണം അവിടെ 200-ലധികം ബാഗുകൾ പല ജീവനക്കാരിൽ നിന്നും പല യാത്രക്കാരിൽ നിന്നും ഇയാൾ തട്ടിയെടുത്ത 200-ലധികം ബാഗുകൾ ഉണ്ടായിരുന്നു. ഒപ്പം അതിൽ 30 മൊബൈൽ ഫോണുകൾ, 30 പവൻ സ്വർണം, ഒപ്പം നിരവധി ഐപാഡുകൾ, അങ്ങനെ പല സാധനങ്ങളും ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ചുരുക്കം നാൾ, ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ മാത്രം ഇയാൾ കവർന്ന വസ്തുക്കളാണ്. ഇതിലും എത്രയോ ഇരട്ടി വസ്തുക്കളാണ് ഇയാൾ കവർന്നെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എവിടെയാണ് ഈ വസ്തുക്കളൊക്കെയും വിറ്റഴിച്ചിട്ടുള്ളത് എന്നും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മോഷണ വസ്തുക്കൾ എവിടെ വിറ്റു എന്നതാണ് നിലവിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഗോകുൽ, ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സെന്തിൽ ഒരു പെരുങ്കള്ളൻ തന്നെ. 6 കൊല്ലത്തിനിടയിൽ എത്രയോ പേരുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ആവും കവർന്നിട്ടുണ്ടാവുക. അതിൽ കുറേയെങ്കിലുമൊക്കെ തിരികെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.